ഞാൻ ഒറ്റയ്ക്കാടാ. തോർത്തു പോടാ. ഇല്ല പൊന്നു എടാ, ഇതൊരു കറങ്ങട്ടാ. വെള്ളമുള്ള സ്ഥലത്താണ് ഈ കാട്ടുപോത്തും ആനയും കരടിയൊക്കെ ഉണ്ടാവുക. ഇത് ആന നടന്ന പാടാണ്. അല്ല പുലി സിംഗൊക്കെ ഉണ്ടാവുമോ ജോസഫേ? സിംഗം വല്ല ഉണ്ടാവുമോ? മറ്റേ ഇവൻ പറഞ്ഞ പോലെ എന്തോ പൊന്നി ആനപ്പിണ്ടോടാ. ദൈവമേ, ഇപ്പഴാ ദൈവത്തിനെ വിളിക്കാൻ പോയി. വിജയ് ബെസ്റ്റ് ആയിട്ടാ. ആന ഓടാൻ പോലും പറ്റില്ല. 2 പൊറോട്ട ബെല്ലത്തന്നെ ഇപ്പൊ നടക്കണേ. വഴിയറിയാൻ വന്നോസം കൊണ്ടതാ. അവൻ ബാക്കിലായി. ഇപ്പൊ ഒന്നും അറിയാത്ത ട്രെയിനിൽ നമുക്ക് വഴി കാണിച്ചത്. ഒന്ന് ആലോചിക്കുക. അവിടെ നോക്കി. എടാ പ്രവീൺ, നീ എങ്ങനെ പോണമല്ലോ? ഓർമ്മയുണ്ടോ? എവിടെ എനിക്ക് വയ്യടോ. നീ കടക്ക്. എലിഫന്റ് പാത്താണ്. ഏതാണ് പേടി? വേണ്ട, ആന കറക്റ്റായിട്ട് നമ്മൾ വന്ന വഴി ആന വഴിയാ. ആനപ്പെട്ടം കണ്ടില്ലേ? അയ്യോ അയ്യോ, നടക്കാൻ പറ്റുന്നതാ. ഞാൻ ഇന്ന് കുളിക്കണമെന്ന് വിചാരിച്ചോണ്ട് എന്നെ കുളിപ്പിച്ചു. വേർത്തോ എന്നാലും നമ്മൾ ആന വഴി വിട്ടിട്ടില്ല. ബിജോ
ഈ വഴി കൂടെ എല്ലാ സ്ഥലത്തും ആനപ്പടമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ടെന്റിലേക്ക് വരുന്ന ആനകൾ ഈ വഴിയാണ് വരുന്നത്. ഇറക്കിന് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമായി. ആദ്യമായിട്ടാണ് ഈ കാട് കയറുന്നത്. നെല്ലിയമ്പതി ഏറ്റവും കൂടുതൽ കാട് കയറിയത് ഞാൻ അൻസാറ് സിനിമയുണ്ടാവും അല്ലേ? പിന്നെ പറയണ്ട, നെല്ലിയമ്പതി കാട് കയറി നമ്മളെത്തിയുടെ വഴിയെത്തി. കാണുന്ന വഴിയാ. കവിന്റെ പൊറോട്ട തയ്ച്ചേട്ടാ. ഓ, പൊറോട്ട തയ്ച്ചോളൂ. നീ തോറാൻ പോയാ മതി. അതിലൂടെ തന്നെ കയറ്. ഇതേ കയറുന്നു. ആനക്കൊണ്ടൊക്കെ എടുക്കുന്നേ. കഴിയുന്നതാ.